ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വി വേ വി ചിയാൽ. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞാടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആയിട്ടാണ്. സോ ആദ്യം തന്നെ നമുക്ക് ഫുഡിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ചില്ലി ചിക്കൻ ആൻഡ് ഫ്രൈഡ് റൈസ്, പിന്നെ പൊറോട്ട ആൻഡ് ബീഫ് കറി ആയിരുന്നു. ഇന്നത്തെ കുക്കിങ്ങിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് അച്ചാച്ച, അപ്പാപ്പി പിന്നെ അമ്മയ്ക്കാണ്. ഞാനും ചേച്ചിയൊക്കെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. സോ ചിക്കനൊക്കെ വെട്ടി വാഷ് ചെയ്ത ശേഷം നമ്മൾ ആദ്യമേ മാരിനേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില്ലി ചിക്കൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ചില്ലി ചിക്കൻ്റെ ഒരു റെസിപ്പി. അപ്പോൾ മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ട് സബോള ക്യാപ്സിക്കം ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പാപ്പി അടുപ്പം കൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ചധികം പേർക്ക് ഫുഡ് കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം പുറത്താണ് കുക്ക് ചെയ്തത്. ഓക്കെ, അപ്പം ഗ്യാസ് സിലിണ്ടറൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു. ഐശ്വര്യമായിട്ട് ഞാൻ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തത് കുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. 2-3 ബാച്ചായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത്. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ചിക്കനൊക്കെ ഇട്ട് ഞാനും അപ്പാപ്പി മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ചിക്കൻ്റെ നാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ചിക്കനെ ഒന്ന് സൈഡാക്കിയ ശേഷം അച്ചാച്ച അകത്ത് ബീഫിനുള്ള പണി തുടങ്ങിയായിരുന്നു. അപ്പം ബീഫ് കറിക്കുള്ള ബീഫെല്ലാം നുറുക്കിയെടുത്തു. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ഇരുന്ന് ആവുന്നുണ്ട്. കറിവേപ്പില പറിക്കാൻ പോകാം ഗൈസ്. ചില്ലി ചിക്കന് ഗ്രേവിക്ക് വേണ്ടിയുള്ള കറിവേപ്പിലയാണ് ഗൈസ്. നമ്മുടെ തന്നെ സ്വന്തം നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. ഓക്കെ ഉണ്ട്. കറിവേപ്പിലയൊക്കെ പറിച്ച് വന്നിട്ട് ഞാനും നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ അവിടെ കിടക്കുന്നേ ഉള്ളപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇളക്കുന്ന പോരായിട്ട് നമ്മുടെ മെയിൻ ഷെഫും വന്ന് ഇളക്കുന്നുണ്ട്. എന്നിട്ട് പരുവമൊക്കെ നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴാണ് ഗൈസ് നമ്മൾ കുഞ്ഞാ സ്കൂളിൽ നിന്ന് വരുന്നത് നോക്കിയിരിക്കുകയാണല്ലേ ഗൈസ്. യെസ്, നമ്മുടെ ബർത്ത്ഡേ ഗേൾ സ്കൂളൊക്കെ വിട്ടിട്ട് ക്ഷീണിച്ച് വരുന്നുണ്ട്. പോയപ്പോഴേ പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ വരാതെ ഡെക്കറേഷൻ തുടങ്ങരുത്, എന്നെയും കൂടെ കൂട്ടിയെ ഡെക്കറേഷൻ ചെയ്യാമെന്നുള്ള നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം നമ്മുടെ ബീഫ് അച്ചച്ച ഞുറുക്കി വെച്ചത് അമ്മ കഴുകി വാരി വെക്കുന്നുണ്ട് ബീഫ്. ഇതിൻ്റെ വിഷ്വലെടുത്ത് ഞാൻ അവിടെ നിന്നപ്പോഴാണ് കുഞ്ഞാടെ ഒരു വിളി. കൂട്ടുകാരും ടീച്ചർമാരും ബർത്ത്ഡേക്ക് വന്ന ഗിഫ്റ്റാണിത്. അങ്ങനെ അവിടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വർക്ക് ഏരിയ വന്നപ്പോഴത്തേക്ക് ചില്ലി ചിക്കൻ്റെ ഗ്രേവിക്കുള്ള പരിപാടി അവർ രണ്ടുപേരും തുടങ്ങിയായിരുന്നു. എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ കറിവേപ്പില, ക്യാപ്സിക്കം, മുളക് അങ്ങനെ ബേസിക് സാധനങ്ങളൊക്കെ ഇട്ട് ജസ്റ്റ് ആ ഗ്രേവി അവർ സെറ്റാക്കിയായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവിയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ട് ഞാൻ തിരിച്ച് തിന്നലോട്ട് വന്നപ്പം നമ്മുടെ ചേച്ചിയും കുഞ്ഞാങ്ങളുടെ ഡെക്കറേഷൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു സെറ്റായിട്ട്, അതായത് ആ കർട്ടൻ, പിന്നെ ബലൂൺസ്, സ്റ്റാർ, പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടാഗ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് സെറ്റായിട്ട് നമ്മൾ കറുകച്ചാലിൽ നിന്ന് കണ്ട മേടിച്ചെന്ന് തോന്നുന്നു. അതെ, കറുകച്ചാലിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഞങ്ങളത് എല്ലാവരും കൂടെ കൂടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ ഓടി ഇപ്പുറത്ത് വന്നപ്പം നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഫുൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അപ്പാപ്പി അതിലൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ ഷെഫ് ഇപ്പുറത്ത് നിന്ന് ഗൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീണ്ടും ഞാൻ ഡെക്കറേഷൻ്റെ സ്ഥലത്തോട്ട് പോയ സമയത്ത് ഇവർ ഇതിനകത്ത് സോസ് ഒഴിക്കുന്ന ക്ലിപ്പ് എടുക്കാൻ ഞാൻ വിട്ടുപോയി ഗൈസ്. സാരമില്ല. പിന്നെ നമ്മുടെ ചേച്ചി ഇവിടെ മ്യാരക ഡെക്കറേഷനാണ്. ഡെക്കറേഷനും ഏകദേശം തീരാറായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ബീഫ് കറി ഓർമ്മയുണ്ടല്ലോ, ബീഫ് കറി നമ്മുടെ അമ്മയാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാലയൊക്കെ ബീഫ് എന്നാണ് പറയുന്നത്. അതിനുള്ള മസാലയൊക്കെ നമ്മൾ അമ്മ വഴറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിലോട്ട് ബീഫൊക്കെ തട്ടിയിട്ട് ജസ്റ്റ് എല്ലാവരും വെക്കുന്ന പോലെ തന്നെ നമ്മൾ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റൈസിനുള്ള പരിപാടി അപ്പോൾ പുറകെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെള്ളം വെച്ചിട്ട് നമ്മുടെ സ്പൈസസും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മുടെ റൈസിനുള്ള കാര്യങ്ങളും തുടങ്ങിയായിരുന്നു. ആ സമയം കൊണ്ട് ഡെക്കറേഷൻ ഏകദേശം തീരുന്നുണ്ടായിരുന്നു. ഓടി നടന്ന് എടുക്കുമായിരുന്നു ഞാൻ. റൈസ് തിളച്ച് വന്ന സമയത്ത് തന്നെ നമ്മുടെ ഡെക്കറേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയായിരുന്നു. ചില്ലി ചിക്കൻ, ഡെക്കറേഷൻ, ബീഫ് കറി, റൈസ്, ഓട്ടമായിരുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാ സെക്ഷനും ഒന്ന് സൈഡായപ്പം ഞങ്ങളെല്ലാവരും ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സെലിബ്രേഷനുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ എത്തും. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് വരുന്നത് നമുക്ക് നമ്മുടെ പാർട്ട് 2 വീഡിയോയിൽ കാണാം. നമ്മുടെ സെലിബ്രേഷൻ വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ബൈ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.